എന്റെ ഓഫീസ് ഉപയോഗത്തിനായി ഞാനൊരു വാഹനം വാങ്ങി. ഈ വാഹനത്തിന്റെ ജിഎസ്ടിയിലെ ഇൻപുട്ട് ടാക്സ് അഥവാ ഐടിസി ക്ലെയിം ചെയ്യാൻ കഴിയുമോ? പിന്നീട് പിഴയും പലിശയും അടക്കം അടക്കേണ്ടി വരുമോ? നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നിങ്ങളുടെ വാഹനം എന്തിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ചരക്ക് സേവന നികുതി അഥവാ ജിഎസ്ടി നിയമങ്ങളനുസരിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഒരു വാഹനത്തിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഐടിസി ക്ലെയിം ചെയ്യാൻ കഴിയൂ. സാധാരണയായി ഒരു ഓഫീസ് ആവശ്യത്തിനായി വാങ്ങുന്ന ഒരു വാഹനത്തിന് ഐടിസി ലഭ്യമല്ല. കാരണം മോട്ടോർ വാഹനങ്ങൾ വ്യക്തിഗത ആവശ്യങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. അതിനാൽ ഇതിനെ ഒരു ബിസിനസ് ആസ്തിയായി കണക്കാക്കാൻ കഴിയില്ല. ഇനി നിങ്ങളുടെ സ്ഥാപനം എന്തുമാകട്ടെ, നിങ്ങളുടെ സ്ഥാപനത്തിൽ യാത്രാവാഹനമായ കാർ വാങ്ങിയാൽ നിങ്ങൾക്ക് ഐടിസി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ഐടിസി ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കും. 1. നിങ്ങളുടെ ബിസിനസ് യാത്രാഗതാഗത സേവനമാണെങ്കിൽ നിങ്ങൾ ടാക്സി സർവീസ്, ബസ് സർവീസ് തുടങ്ങിയ യാത്രാഗതാഗത സേവനങ്ങൾ നൽകുന്ന ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ആ വാഹനത്തിന് നിങ്ങൾ നൽകിയ ജിഎസ്ടിയുടെ ഐടിസി ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. വാഹനത്തിന്റെ ഇരിപ്പിടശേഷി 13 പേരിൽ കൂടുതലായിരിക്കണം, ഡ്രൈവർ ഉൾപ്പെടെ. അതിൽ താഴെ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വാഹനങ്ങൾക്ക് ഐടിസി ലഭിക്കില്ല. 2. നിങ്ങളുടെ ബിസിനസ് ചരക്ക് ഗതാഗത സേവനമാണെങ്കിൽ നിങ്ങൾ ചരക്ക് ഗതാഗത സേവനങ്ങൾ നൽകുന്ന ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ചരക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് നൽകിയ ജിഎസ്ടിയുടെ ഐടിസി ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. ഉദാഹരണം പാർസൽ സർവീസ്, കൊറിയർ സർവീസ് തുടങ്ങിയവ. എന്നാൽ കാർ പോലുള്ള യാത്രാവാഹനങ്ങൾക്ക് ഐടിസി ലഭിക്കില്ല. 3. നിങ്ങളൊരു വാഹന ഡീലർഷിപ്പ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ വാഹനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ വിൽപ്പനയ്ക്കായി വാങ്ങിയ വാഹനങ്ങളുടെ ഐടിസി ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. 4. നിങ്ങളുടെ ബിസിനസ് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രമാണെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വാഹനങ്ങൾക്ക് നൽകിയ ജിഎസ്ടിയുടെ ഐടിസി ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. അപ്പോൾ കാർ പോലുള്ളവയ്ക്കും ഐടിസി ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഈ 4 പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഓഫീസ് വാഹനം ഉൾപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്കതിന്റെ ഐടിസി ക്ലെയിം ചെയ്യാൻ കഴിയില്ല. എന്റെ ഓഫീസിലെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഒരു ചെറിയ ഗുഡ്സ് വാഹനം വാങ്ങിയാൽ അതിന്റെ ഐടിസി ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും നിങ്ങളുടെ ഓഫീസിലെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ചെറിയൊരു ഗുഡ്സ് വാഹനം, ചരക്ക് വാഹനം വാങ്ങിയാൽ അതിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഐടിസി ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് നൽകുന്ന ജിഎസ്ടിയുടെ ഐടിസി ക്ലെയിം ചെയ്യാൻ ജിഎസ്ടി നിയമം അനുവദിക്കുന്നുണ്ട്. നിങ്ങളുടെ വാഹനം പ്രധാനമായും നിങ്ങളുടെ ബിസിനസ്സിലെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിന്റെ ഐടിസി ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ. വാഹനം ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കണം. വാഹനം പ്രധാനമായും നിങ്ങളുടെ ബിസിനസ്സിലെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ളതായിരിക്കണം. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഐടിസി ക്ലെയിം ചെയ്യുന്നതിന് തടസ്സമുണ്ടാക്കിയേക്കാം. വാലിഡ് ഇൻവോയ്സ്. നിങ്ങൾ വാഹനം വാങ്ങിയപ്പോൾ ലഭിച്ച ജിഎസ്ടി ഇൻവോയ്സ് നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. ഐടിസി ക്ലെയിം ചെയ്യാൻ ഇത് ഒരു പ്രധാന രേഖയാണ്. ജിഎസ്ടി രജിസ്ട്രേഷൻ. നിങ്ങളുടെ സ്ഥാപനത്തിന് സാധുവായ ജിഎസ്ടി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. നികുതി അടച്ചിരിക്കണം. നിങ്ങൾ അടച്ച ജിഎസ്ടി തുക സർക്കാർ ഖജനാവിലെത്തിയിരിക്കണം. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ആരുടെ പേരിലാണ്? സ്ഥാപനത്തിന്റെ പേരിലാണോ അതോ ഉടമയുടെ പേരിലാണോ? സ്ഥാപനത്തിന്റെ പേരിലാണെങ്കിൽ അത് കൂടുതൽ വിശ്വസനീയമായി കണക്കാക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലില്ലാത്തവരോ കുടുംബാംഗങ്ങളുടെ പേരിലോ ആയിരിക്കരുത് വാഹന രജിസ്ട്രേഷൻ. ചുരുക്കത്തിൽ നിങ്ങളുടെ ഓഫീസിലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ മാത്രമായി വാങ്ങുന്ന ചെറിയ ഗുഡ്സ് വാഹനത്തിന് നിങ്ങൾ നൽകിയ ജിഎസ്ടിയുടെ ഐടിസി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. എന്നാൽ വാഹനം മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിക്കുക. സൂക്ഷിക്കേണ്ട പ്രധാന രേഖകൾ: വാഹനത്തിന്റെ ഒറിജിനൽ ടാക്സ് ഇൻവോയ്സ്, നിങ്ങൾ വാഹനം വാങ്ങിയപ്പോൾ ലഭിച്ച ജിഎസ്ടി ഇൻവോയ്സ്, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ആർസി, വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖ, വാഹനത്തിന്റെ ഇൻഷുറൻസ് രേഖകൾ, വാഹനത്തിന്റെ ഇൻഷുറൻസ് പോളിസി, ബിസിനസ് രജിസ്ട്രേഷൻ രേഖകൾ, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ജിഎസ്ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ, ഗതാഗത രേഖകൾ, നിങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോയതിന്റെ രേഖകൾ, ലോഗ് ബുക്കുകൾ, ഓരോ യാത്രയുടെയും വിവരങ്ങൾ, കൊണ്ടുപോയ സാധനങ്ങൾ, തീയതി, സമയം തുടങ്ങിയവ. ഇ-വേ ബില്ലുകൾ ബാധകമാണെങ്കിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്ത ഇ-വേ ബില്ലുകളുടെ കോപ്പികൾ, വാഹനത്തിന്റെ ചെലവുകളുടെ രേഖകൾ, ഇന്ധനം, അറ്റകുറ്റപ്പണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ. ഈ ചെലവുകൾ നിങ്ങളുടെ ബിസിനസ് അക്കൗണ്ടിൽ നിന്നാണ് നടത്തിയത് എന്നതിന് തെളിവ്. സാമ്പത്തിക രേഖകൾ, നിങ്ങളുടെ ബാലൻസ് ഷീറ്റ്, ലാഭനഷ്ട കണക്ക്, ജിഎസ്ടി റിട്ടേണുകൾ എന്നിവയുടെ കോപ്പികൾ. ഈ രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കുകയും ജിഎസ്ടി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഐടിസി ക്ലെയിം ന്യായീകരിക്കാൻ സഹായിക്കും. വാഹനം പ്രധാനമായും നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് തെളിയിക്കുന്ന രേഖകൾക്ക് പ്രാധാന്യം നൽകുക. വാഹനമെടുത്ത ശേഷം എന്റെ ബിസിനസ് നിർത്തുകയാണെങ്കിൽ എടുത്ത ഐടിസി തിരിച്ചടയ്ക്കേണ്ടി വരുമോ? നിങ്ങളുടെ ബിസിനസ് നിർത്തുമ്പോൾ നിങ്ങൾ എടുത്ത ഐടിസി തിരിച്ചടയ്ക്കേണ്ടി വരുമോ എന്നത് നിങ്ങൾ വാഹനം വാങ്ങിയ സമയത്തും ബിസിനസ് നിർത്തുമ്പോഴുമുള്ള സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പൊതുവായി താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കണം. ബിസിനസ് തുടരുമ്പോൾ വാഹനം വിറ്റാൽ
നിങ്ങൾ ITC ക്ലെയിം ചെയ്ത വാഹനം ബിസിനസ് തുടർന്ന് കൊണ്ടുപോകുന്നതിനിടയിൽ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വിൽപ്പനയ്ക്ക് GST അടയ്ക്കേണ്ടി വരും. വിൽപ്പന വിലയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ITC ക്ലെയിം ചെയ്തതിനു ശേഷമുള്ള മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും GST കണക്കാക്കുന്നത്. ബിസിനസ് നിർത്തുകയും വാഹനം നിലനിർത്തുകയും ചെയ്താൽ നിങ്ങൾ ബിസിനസ് നിർത്തുകയും വാഹനം നിങ്ങളുടെ വ്യക്തിപരമായ ഉപയോഗത്തിനായി നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്ത ITC ഒരു പരിധിവരെ തിരിച്ചടയ്ക്കേണ്ടി വന്നേക്കാം. കാരണം വാഹനം ഇനി നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കില്ല. GST നിയമങ്ങളിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. നിങ്ങൾ എത്ര കാലം വാഹനം ഉപയോഗിച്ചു, അതിന്റെ ഇപ്പോഴത്തെ മൂല്യം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് തിരിച്ചടയ്ക്കേണ്ട തുകയിൽ വ്യത്യാസം വരാം. സാധാരണയായി നിങ്ങളൊരു മൂലധന വസ്തു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങുകയും അതിന്റെ ITC ക്ലെയിം ചെയ്യുകയും ചെയ്താൽ ആ വസ്തു 5 വർഷത്തിനുള്ളിൽ വിൽക്കുകയോ മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ ക്ലെയിം ചെയ്ത ITCയുടെ ഒരു ഭാഗം നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരും. കാരണം ITC 5 വർഷത്തെ ഉപയോഗം കണക്കാക്കിയാണ് അനുവദിക്കുന്നത്. നിങ്ങൾ ബിസിനസ് നിർത്തുകയും വാഹനം വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ വാഹനത്തിന്റെ വിൽപ്പനയ്ക്ക് നിങ്ങൾ GST അടയ്ക്കേണ്ടി വരും. ITC തിരിച്ചടയ്ക്കേണ്ടി വരുമോ എന്നത് നിങ്ങൾ വാഹനം എത്രകാലം ഉപയോഗിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും. 5 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ ITC തിരിച്ചടയ്ക്കേണ്ടി വരാനുള്ള സാധ്യത കുറവാണ്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മൂലധന വസ്തു. വാഹനം ഒരു മൂലധന വസ്തുവായിട്ടാണ് GSTയിൽ കണക്കാക്കുന്നത്. മൂലധന വസ്തുക്കൾക്ക് ITC ക്ലെയിം ചെയ്യുമ്പോൾ ചില പ്രത്യേക നിയമങ്ങളുണ്ട്. 5 വർഷത്തെ നിയമം: മൂലധന വസ്തുക്കൾ വാങ്ങിയതിനു ശേഷം 5 വർഷത്തിനുള്ളിൽ വിൽക്കുകയോ ബിസിനസ് ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കുകയോ ചെയ്താൽ ക്ലെയിം ചെയ്ത ITCയുടെ ഒരു ഭാഗം തിരിച്ചടയ്ക്കേണ്ടി വരും. നികുതി വിദഗ്ധന്റെ ഉപദേശം. നിങ്ങളുടെ പ്രത്യേക സാഹചര്യം വിലയിരുത്തി കൃത്യമായ ഉപദേശം നൽകാൻ ഒരു നികുതി വിദഗ്ധന് മാത്രമേ സാധിക്കൂ. അതിനാൽ ബിസിനസ് നിർത്തുന്നതിന് മുമ്പ് അവരുമായി ആലോചിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ്. നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം. പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലിസ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ്. കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന mayaTaxTraining.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.